के लिए सभी माताओं बहनों उनसे मैं क्षमा प्रार्थी हूँ. എന്തുണ്ടൊക്കെയാണ് ഈ ക്ഷമ? മനസ്സിലാവുന്നില്ല. വനിതാ സംരക്ഷണ ബില്ല് അങ്ങനെ എന്തെങ്കിലുമാണോ പാസ്സാക്കിയിട്ടുള്ളത്? നിങ്ങളിപ്പോ പറയാൻ പോകുന്ന ഈ ബില്ല് 2023 എങ്ങാനും പാസ്സായ ഒരു ബില്ലല്ലേ എന്റെ പൊന്നു താടിജി. ഈ ജനങ്ങളെ എങ്ങനെ പൊട്ടന്മാരാക്കല്ലേ. എന്തായാലും BJP നിന്ന് ഒരുപാട് MLA മാര് കുറെ മന്ത്രിമാരൊക്കെ കൊഴിഞ്ഞു പോയി എന്ന കഥ കേൾക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു എട്ടും പൊട്ടും തിരിയാത്ത കുറെ മണ്ടന്മാര് BJP കൂടെയും പോയിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. നിലവിലുള്ള സീറ്റിൽ ഈ സംവരണം അങ്ങ് കൊണ്ടുവന്നാൽ പോരെ എന്റെ പൊന്നു താടിജി. കുറെ ആളുകൾക്കെതിരെ സത്യാവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല അല്ലെ. അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണണം കേട്ടോ. ആരും പിണങ്ങി പോവല്ലേ, കാണാം. बिल पास नहीं हुआ. अब सारे न्यूज चैनल्स पर आपको खबरें देखने को मिलेंगी कि कैसे ऑपोजिशन ने वुमेन्स रिजर्वेशन बिल पास नहीं होने दिया. हैरान मत होना, कुछ दिनों बाद प्रधानमंत्री भी अपने भाषणों में जाकर कहने लगे, मेरी माताओं बहनों देखो कैसे ये औरतों के खिलाफ हैं, आप लोगों का बिल नहीं पास होने देते. लेकिन सच बात यह है कि वुमेन्स रिजर्वेशन बिल तो 2023 में पास हो गया था 454:2 के वोट के साथ. तब किसी ने अपोज नहीं किया था उससे. असलियत में जो बिल नहीं पास हुआ ये एक डीलिमिटेशन बिल था जिस पर वुमेन्स रिजर्वेशन का मुखौटा लगाया गया था. असली मकसद इस बिल का था लोकसभा की सीटें बढ़ाना. और क्यों बढ़ाना? क्योंकि अगर एग्जिस्टिंग 543 सीट्स पर औरतों को रिजर्वेशन दे दी गई तो इन नेताओं को, इन पॉलिटिशियंस को अपनी कुर्सी छोड़नी पड़ेगी. ये लोग अपनी कुर्सी नहीं छोड़ना चाहते, इसीलिए इन्होंने कहा सीटें बढ़ा देते हैं और जो बढ़ी हुई सीटें हैं उन पर औरतों को रिजर्वेशन दे दें. और जहां तक वुमेन्स रिजर्वेशन का सवाल है, प्रधानमंत्री से पूछो एग्जिस्टिंग 543 सीट्स पर क्यों नहीं दे देते रिजर्वेशन, बताओ. നിങ്ങളും മാതിരി ഊളത്തരൊന്നും പറയരുത്. നിലവിലുള്ള സീറ്റുകളിൽ 30% അല്ല 50% നടത്താനും ഞങ്ങൾ തയ്യാറാണെന്ന് കോൺഗ്രസ് MP-മാര് പറഞ്ഞു. എന്നാൽ നരേന്ദ്രമോദിക്ക് വേണ്ടത് 800-ൽ പരം സീറ്റുകളാക്കി അത് വർദ്ധിപ്പിക്കുക. നിലവിൽ ഇവരുടെ BJP-ക്കാരൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമുള്ള സ്ത്രീകളോട്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മളെ ഗുസ്തി താരങ്ങൾക്കൊക്കെ നല്ല നീതി വാങ്ങി കൊടുത്തല്ലോ. ഒരു വൃത്തികെട്ട നാറി. അയ്യോ എന്റെ പൊന്നെ, പറയാതിരിക്കുക നല്ലത്. അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. ഇന്ത്യക്ക് ഒളിമ്പിക് മെഡൽ കൊണ്ടുവന്ന ഒരു കൂട്ടം സ്ത്രീകളെ, ഗുസ്തി താരങ്ങളായ സ്ത്രീകളെ വൃത്തികെട്ട രീതിയിൽ തൊടുകയും പീഡിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു BJP-യുടെ മന്ത്രിയുണ്ട്. ആ മന്ത്രിക്കെതിരെ ശക്തമായിട്ട് തെരുവിൽ ശബ്ദം ഉയർത്തിയിട്ട് പോലും ഒരു തിരിഞ്ഞു നോട്ടം പോലും ഇല്ല. കോടതി പോലും വെറുതെ വിട്ടു. അയാൾക്ക് വീണ്ടും വലിയ സ്ഥാനങ്ങളൊക്കെ കൊടുത്തങ്ങ് നിർത്തി. ഇതാണ് സ്ത്രീകളോടുള്ള നരേന്ദ്രമോദിയുടെ ഒരു സ്നേഹം കേട്ടോ. പിന്നെ ഒരുപാട് പീഡന കഥകളൊക്കെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഒരു സംവരണം എന്തുകൊണ്ട് നിലവിലുള്ള സീറ്റിൽ ഇവർ ചെയ്യുന്നില്ല? അവരിത് നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സീറ്റിൽ കയറിയിരിക്കുന്ന ഒരു കൂട്ടം മാണകുണാഞ്ചന്മാരില്ലേ BJP-യുടെ MP-മാര്, അവർ താഴെ ഇറങ്ങേണ്ടി വരും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ത്രീകൾ അവിടെ കയറ്റിയിരുത്താനേ. അതുകൊണ്ട് നടപ്പിലാക്കാത്തത്. പച്ച മലയാളത്തിൽ വേണമെങ്കിൽ ഒന്ന് കേൾപ്പിച്ചു തരാം. സ്ത്രീകളെ, അമ്മമാരെ, പെങ്ങന്മാരെ, മാപ്പ് 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 ജി അങ്ങനെ പറയുന്നുണ്ട്. വല്ല കാര്യമുള്ള കാര്യമാണോ? ഇന്നലെ करना चाहिए, एक दिन में हो जाएगा. 544 50% वुमेन रिजर्वेशन, वी विल ऑल पास द बिल टुडे. हम लोग सब राजी हैं, कर दीजिए ना. हिम्मत नहीं है आप. പാർലമെന്റില് ഒരു പ്രതിപക്ഷ MP എണീറ്റ് എന്നല്ലേ പറഞ്ഞേ, നമുക്ക് 33% അല്ല 50% സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കാം, ഞങ്ങൾ ഇന്ന് രാത്രി എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം, ബില്ല് ഇപ്പൊ തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞല്ലോ. കേട്ടില്ലായിരുന്നോ? വെറുതെ സീറ്റ് കൂട്ടിയിട്ട് ഈ സൗത്ത് ഇന്ത്യയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ പവർ, വോട്ടിന്റെ പവർ അങ്ങോട്ട് കുറക്കാം എന്നൊക്കെ വിചാരിക്കണത് അത് മോശമല്ലേ? ഈ ബീഹാറിലെ, ഉത്തർപ്രദേശിലെയും മധ്യപ്രദേശിലേക്ക് ജനങ്ങളുടെ ജനസംഖ്യ കൂടിയതിന് ഞങ്ങൾ എന്ത് പിഴച്ച്? വീണ്ടും സന്ധിക്കും വരേക്കും നോക്കാം. സംഭവം ആള് തമാശ രീതിയിൽ അവതരിപ്പിച്ച ഒരു കാര്യത്തിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കില്ലേ? ഇപ്പോ 544 സീറ്റിൽ നടപ്പിലാക്കുകയാണെങ്കിൽ 50% ആക്കിയാലും ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ എന്ന് അത് കോൺഗ്രസിന്റെ MP-മാര് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ നരേന്ദ്രമോദിക്ക് അതല്ല വേണ്ടത്. ആധിപത്യം, അധികാരം അത് ഉറപ്പിക്കണം, ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. അതിന് അവർക്ക് സീറ്റുകൾ വർദ്ധിപ്പിച്ചേ ഒക്കൂ. അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു പൊറോട്ട് നാടകം. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെങ്കിൽ എന്താണ് ഈ ബില്ല് എന്നൊന്ന് കേൾപ്പിച്ചു തരാം. UP-യിലെയും ബീഹാറിലെയും വോട്ടർമാരാണോ ഇന്ത്യ ഇനി ആര് ഭരിക്കണമെന്നും ഇന്ത്യയിൽ എന്ത് നടക്കണമെന്നും തീരുമാനിക്കുന്നത്? സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ എന്ന രീതിയിൽ ഇന്ത്യയെ വിഭജിക്കുകയാണോ? ഇതിൽ സത്യം എന്താണെന്ന് അറിയണമെങ്കിൽ എന്താണ് ഡീലിമിറ്റേഷൻ അഥവാ മണ്ഡല പുനർനിർണയം എന്നറിയണം. ദി കോൺസ്റ്റിറ്റ്യൂഷൻ 131st അമെന്റ്മെന്റ് ബിൽ. ഈ ബില്ല് പാസ്സാകുന്നതോടുകൂടി മോദി സർക്കാർ ആകെയുള്ള 543 ലോക്സഭാ മണ്ഡലങ്ങളെ 850 മണ്ഡലങ്ങളായി വർദ്ധിപ്പിക്കും. 2011 സെൻസസ് അനുസരിച്ച് മാത്രമാണ് ഈ ഡീലിമിറ്റേഷൻ അഥവാ മണ്ഡല പുനർനിർണയം നടക്കാൻ പോകുന്നതെങ്കിൽ ഉത്തർപ്രദേശിൽ ഇപ്പോഴുള്ള 80 MP-മാരിൽ നിന്നും MP-മാരുടെ എണ്ണം 138 കൂടും. ബീഹാറിനാകട്ടെ നിലവിലെ 40 MP-മാരിൽ നിന്നും MP-മാരുടെ എണ്ണം 72 കൂടും. എന്നാൽ കേരളത്തിലാകട്ടെ നിലവിലുള്ള 20 MP-മാരിൽ നിന്നും വെറും 23 മാത്രമാണ് കൂടുക. തമിഴ്നാട്ടിൽ 39 നിന്നും 50 കൂടും. അങ്ങനെ വരുമ്പോൾ ഈ മണ്ഡല പുനർനിർണയത്തിന് മുൻപ് കേരളം ഉൾപ്പെടെയുള്ള 5 സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും 129 MP-മാരായിരുന്നു ലോക്സഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് 173 ആകും. എന്നാൽ UP-ക്കും ബീഹാറിനും ഈ മണ്ഡല പുനർനിർണയത്തിന് മുമ്പ് 120 MP-മാരാണ് ലോക്സഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ മണ്ഡല പുനർനിർണയത്തിന് ശേഷം അത് 210 MP-മാരാകും.
അങ്ങനെ വരുമ്പോൾ ലോക്സഭയിൽ സൗത്ത് ഇന്ത്യനേക്കാളും കൂടുതൽ പവർ UP, ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഹം ദോ ഹമാരാ ദോ, നമ്മൾ രണ്ട് നമുക്ക് രണ്ട്, ചോട്ടാ പരിവാർ സുഖി പരിവാർ, ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം എന്നിങ്ങനെയുള്ള കേന്ദ്ര സർക്കാരിന്റെ തന്നെ ജനസംഖ്യാ നിയന്ത്രണ പോളിസികൾ കൃത്യമായി സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിയത് കൊണ്ട് മാത്രം ഈ 850 സീറ്റുകളിൽ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളത്തിലും തമിഴ്നാടും ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടുന്ന ഷെയർ കുറയും. അതായത് ഈ സംസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യക്ക് ലോക്സഭയിൽ ഇന്നുള്ള പവറിൽ നിന്നും പവർ കുറയുമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. എന്നാൽ UP, ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങൾ ഈ ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കാത്തത് കൊണ്ട് മാത്രം അവർക്ക് ലോക്സഭയിൽ കിട്ടുന്ന പവർ കൂടുകയും ചെയ്യുമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. എന്നാൽ ഇതിനൊരു പോളിസി വ്യത്യാസം കൊണ്ടുവരുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. 50% പ്രോറേറ്റ ബേസിസിലാകും ലോക്സഭാ സീറ്റുകൾ കൂടുന്നതെന്ന്. പക്ഷേ ഈ പോളിസി കോൺസ്റ്റിറ്റ്യൂഷൻ 131 അമെന്റ്മെന്റ് ബിൽ ഡ്രാഫ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയെങ്കിൽ കേരളത്തിലെ നിലവിലുള്ള എംപിമാരിൽ നിന്നും 50% വർധനവുണ്ടാകും. അതായത് നിലവിലുള്ള 20 എംപിമാരിൽ നിന്നും 10 പേർ കൂടി 30 ആകും. തമിഴ്നാട്ടിൽ അത് 39 നിന്നും 60 ആകും. ബീഹാറിൽ 40 നിന്നും 62, UPയിൽ 80 നിന്നും 124. ഈ പോളിസിയാണ് നടപ്പിലാകുന്നതെങ്കിൽ 2011 സെൻസസ് മാത്രം വെച്ച് ഡീലിമിറ്റേഷൻ നടപ്പിലാക്കുന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കും സാഹചര്യങ്ങൾ. എന്നിരുന്നാലും സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആകെയുള്ള പവർ ലോക്സഭയിൽ കുറയുക തന്നെയാകും എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇപ്പൊ കത്താത്തവർക്ക് കത്തിയിട്ടുണ്ടാവുമല്ലോ അല്ലെ? അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സീറ്റുകളുടെ എണ്ണം കൂടും. BJPക്കാർ തന്നെയാണ് ആ സംസ്ഥാനങ്ങൾ വിജയിക്കുള്ളൂ. അതൊരു മാജിക് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. EVM തട്ടിപ്പ്, വിദ്യാഭ്യാസം കൊടുക്കാതെ പട്ടിണി കിട്ടി പൊട്ടന്മാരാക്കിയിട്ട് വോട്ട് തെണ്ടുന്ന, വോട്ട് വാങ്ങുന്ന ചാണകപ്പുഴുവിന്റെ പരിപാടി അതവിടെ വിജയിക്കും. അങ്ങനെ ഇവർ ലോകസഭയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ബില്ല് പാസ്സാക്കാൻ വളരെ സിമ്പിൾ ആയിരിക്കും. എന്ത് ബില്ല് പാസ്സാക്കാനും എളുപ്പമായിരിക്കും. അതാണ്. ഇനി വനിതാ സംവരണ ബില്ല്, അതും കൂടി കേൾക്ക്. മോദിജി രാജ്യത്തെ ഒരു സ്ത്രീകളോട് പോലും ക്ഷമ പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. മറിച്ച് മോദിജി ഇപ്പം വിചാരിച്ചാലും 33% വനിതാ സംവരണം ലോക്സഭയിൽ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. इसके लिए सभी माताओं बहनों उनसे मैं क्षमा प्रार्थी हूँ. ഇപ്പോഴുള്ള 543 സീറ്റുകളിൽ മോദിജി ഒന്ന് മനസ്സ് വെച്ചാൽ തീർച്ചയായും വനിതാ സംവരണം കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ 2029 ഇലക്ഷനിൽ ലോക്സഭയിൽ 180ഓളം വനിതാ എംപിമാരുണ്ടാകും. മോദിജിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒരു സുവർണ്ണ അവസരമാണ്. 543 സീറ്റുകൾ 33% വനിതാ സംവരണം നടപ്പിലാക്കാൻ തയ്യാറാണെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ആ രാഹുൽ ഗാന്ധി പറഞ്ഞ സത്യമാണോ കള്ളമാണോ എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ തെളിയിക്കാൻ കിട്ടിയിരിക്കുന്ന സുവർണ്ണ അവസരം അത് ഉപയോഗിക്കണം. രാഹുൽ ഗാന്ധി പറയുന്നത് കള്ളത്തരമാണെങ്കിൽ, വനിതകളെ പാർലമെന്റിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പൊളിച്ചടുക്കി ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് മുന്നിൽ തെളിയിക്കാൻ കിട്ടുന്ന സുവർണ്ണ അവസരമാണ് മോദിജിക്ക് ലഭിച്ചിരിക്കുന്നത്. Quite simple. This bill can be implemented today by giving 33% of the seats in the Lok Sabha and the Vidhan Sabha to India's women. और अगर आप सचमुच में women's bill implement करना चाहते हो तो आपके पास women's bill पड़ा हुआ है, उसको आप implement कीजिए, हम आपको पूरा समर्थन देंगे. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ലോക്സഭാ സീറ്റുകളിൽ തന്നെ 33% വനിതാ സംവരണം ഏർപ്പെടുത്താമായിരുന്നു. രാഹുൽ ഗാന്ധി മുതൽ കേരളത്തിലെ കോൺഗ്രസ് ലീഡേഴ്സ് വരെ ഈ 33% വനിതാ സംവരണം 543 സീറ്റുകളിലാണെങ്കിൽ ആ ബില്ല് പാസ്സാക്കാൻ തയ്യാറാണെന്നാണ്. പിന്നെ എന്തിനാണ് ഈ താമസിക്കുന്നത്? ഇപ്പോഴുള്ള സീറ്റുകൾ തന്നെ ആ 33% വനിതാ സംവരണം നടപ്പിലാക്കിക്കൂടെ? അതിനുശേഷം കൃത്യമായി സെൻസസ് നടത്തി 2011 പഴയ സെൻസസ് വെച്ചില്ല, പുതിയ സെൻസസ് വെച്ച് കൃത്യമായി ഡീലിമിറ്റേഷൻ നടത്താനും ഈ സർക്കാരിന് കഴിയില്ലേ? അതെല്ലാം പോട്ടെ, BJP, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടികൾക്കും ഈ 33% വനിതാ സംവരണം സ്വന്തം പാർട്ടിയിൽ നടപ്പിലാക്കാൻ പാർലമെന്റിൽ ഒരു ബില്ല് പാസ്സാക്കണമെന്നുണ്ടോ? കേരളത്തിൽ ഈ മാസം നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJP, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടികളും 20% സീറ്റെങ്കിലും വനിതകൾക്കായി മാറ്റിവെക്കാൻ തയ്യാറായോ? വനിതകളെ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും എത്തിക്കാൻ ഇത്രയും വെമ്പൽ കൊണ്ട് നിൽക്കുന്ന നിങ്ങൾക്കെല്ലാം ഈ വനിതാ സംവരണം സ്വന്തം പാർട്ടിയിൽ നടപ്പിലാക്കാൻ എന്താണ് ഇത്ര താമസം? നിങ്ങൾ കരുതുന്നുണ്ടോ രാഷ്ട്രീയം മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിൽ മണ്ടികളാണ് ഈ രാജ്യത്തെ സ്ത്രീകളെന്ന്? ഇത് ചോദ്യമാണ്. പക്ഷെ ഒരു കാര്യം ആദ്യം പറയാം. കോൺഗ്രസ് പറയുന്നു നിലവിൽ ഈ ഒരു ബില്ല് നിങ്ങൾ സീറ്റ് നില വെച്ചുകൊണ്ട് നിങ്ങൾ പാസ്സാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ കൂടെ നിൽക്കാമെന്ന് പറയുന്നുണ്ടല്ലോ. നരേന്ദ്രമോദി എന്തിനാ കരയുന്നേ? അങ്ങ് പറയണം. എന്നിട്ട് നിങ്ങളുടെ വനിതാ സംവരണ സീറ്റുകളും ഒന്ന് കൂട്ടണം. അതുകൂടാതെ തന്നെ എല്ലാവരും ഒന്ന് കൂട്ടണം. എത്ര കാലങ്ങളായതോ ഇന്ത്യ ഒരു സ്ത്രീ ഭരിച്ചിട്ട്? അല്ല, കേരളത്തിൽ അങ്ങനെ സംഭവിക്കുകയോ? ഞാൻ എല്ലായ്പ്പോഴും വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നമുക്കൊരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുമോ? ഇപ്പോൾ എന്തായാലും 30% സംവരണ സീറ്റ് കൊണ്ടുവരാനുള്ള നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത്. നിലവിലുള്ള സീറ്റിൽ ഒരു കളി അങ്ങ് കളിക്ക്, എന്റെ പൊന്നു മോദിജി, നടക്കില്ല. ഓക്കെ, എന്തൊക്കെയായാലും ഈ ബില്ല് അത് മുന്നേ തന്നെ പാസ്സായതാണ്. ഈ ബില്ലല്ല അവർ ആഗ്രഹിക്കുന്നത്. പകരം അവർക്ക് വേണ്ടത് ആധിപത്യം ഉറപ്പിക്കുക, അധികാരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഏകാധിപതിയായിട്ട് തുടരാൻ നരേന്ദ്രമോദിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരു രാജ്യം ഒരു ഇലക്ഷൻ എന്ന ആ ഒരു രീതിയിലേക്ക് എത്തിക്കാൻ അവർ കഷ്ടപ്പെടുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ബില്ല് എന്തായാലും തള്ളി. ഒന്നേ ചോദിക്കാനുള്ളൂ, ഈ സ്ത്രീ സംരക്ഷണ ബില്ല് എതിർത്ത ആളുകൾ സ്വന്തം പാർട്ടികളിൽ സ്ത്രീകൾക്ക് സ്ഥാനം കൊടുക്കുമോ? ചോദ്യമാണ്. നമ്മൾ ജനാധിപത്യ രാജ്യത്താണല്ലോ ജീവിക്കുന്നത്. കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനും മാത്രം വോട്ടുകൾ ചെയ്യുക എന്ന് നിരന്തരം വിളിച്ചു പോകുന്ന ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഈ കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുമോ? വീണ്ടും പരപതി വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് ഇടപ്പാട് സൈനിങ് ഓഫ്.